തിരുവോണത്തിന് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നതിനും ഓണപ്പൂക്കൾ ഇടുന്നതിനുമൊപ്പം ഓണക്കോടിയെടുത്ത് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതും മലയാള തനിമയുള്ള ഓണാഘോഷങ്ങളുടെ പ്രത്യേകതയാണ്. ആകർഷകമായ വസ്ത്രവൈവിധ്യങ്ങളാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു വർഷമാകുന്നതിന് മുൻപേ പാലായിലെ ഉപഭോക്താക്കളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറച്ചാർത്തേകിയ പവിത്ര സിൽക്സ് വിപുലമായ വസ്ത്രശേഖരമാണ് ആദ്യ ഓണക്കാലത്ത് ഒരുക്കിയിരിക്കുന്നത്. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള മനോഹര വസ്ത്രങ്ങളാണ് പവിത്ര സിൽക്സിലുള്ളത്. കുട്ടികൾക്കും യുവതീ യുവാക്കൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള വ്യത്യസ്ത ഫാഷനുകളിലും ഡിസൈനുകളിലുമുള്ള വസ്ത്രങ്ങളാണ് പവിത്രയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ആൽബി ക്രിസ് പറഞ്ഞു. പവിത്രയെ സംബന്ധിച്ച് ഇത് നമ്മുടെ ആദ്യത്തെ ഓണമാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല റെസ്പോൺസാണ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. എല്ലാത്തരം തുണിത്തരങ്ങളും നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ള എല്ലാവിധ തുണിത്തരങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് അതിലെടുത്ത് പറയാൻ നമുക്ക് പറ്റുന്നത് ധാവണിയാണ്. ധാവണി ആണ് ഇപ്രാവശ്യം കൂടുതൽ പ്രചാരത്തിലുള്ളത്. അതിൽ തന്നെ ടൈ ആൻഡ് ഡൈ കൺസെപ്റ്റിലുള്ള ധാവണി, അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇങ്ങനെയുള്ള മോഡലിനാണ് ഏറെ പ്രചാരം. അതുപോലെ തന്നെ മെൻസിൽ നമ്മൾ കഥകളി തെയ്യം പോലുള്ള കലാരൂപങ്ങൾ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ള ഷർട്ടുണ്ട്, മുണ്ട്, അതുപോലെ നമുക്ക് കോംബോ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്സിലും നമുക്ക് സെയിം കോംബോ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്കിപ്പോൾ യൂണിഫോം ഓർഡറായിട്ട് ഇപ്പം ക്ലബ്ബുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ കോളേജുകളിലേക്ക് വേണ്ടിയുള്ള യൂണിഫോം ഓർഡറുകൾ ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. ബനാറസ് ധാവണികളടക്കം പുതിയ ട്രെൻഡിലുള്ള വസ്ത്രങ്ങളാണ് പവിത്രയിലെ വസ്ത്രശേഖരത്തിലുള്ളത്. വിവിധ ബ്രാൻഡുകളിലുള്ള പ്രിന്റഡ് ഷർട്ടുകളും കസവും മുണ്ടുകളും പുരുഷന്മാർക്കായി ഒരുക്കുമ്പോൾ കേരള സാരിയും ചുരിദാറുകളും സ്ത്രീകളുടെ വിഭാഗത്തിൽ വർണ്ണക്കാഴ്ചയൊരുക്കുന്നു. പെൺകുട്ടികൾക്കായി വിവിധയിനം ധാവണികൾ കൗതുകം നിറയ്ക്കുന്നു. അതുപോലെ തന്നെ കേരള സാരികൾ നമ്മൾ ഇപ്രാവശ്യം ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ലോട്ടസ് ഡിസൈൻ, അതേപോലെ മലയാള അക്ഷരമാല, അതുപോലെ തന്നെ പുളിയിലക്കര തുടങ്ങിയിട്ടുള്ള നിരവധി ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിൽ ലേറ്റസ്റ്റ് ട്രെൻഡിങ് എന്ന് പറയുന്നത് ബനാറസി ധാവണിയുടെ ഒരു ട്രെൻഡ് തന്നെയാണ്. നേരത്തെ നമുക്കത് ട്രഡീഷണൽ ധാവണി അല്ലെങ്കിൽ ട്രഡീഷണൽ പട്ടുപാവാട ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം ബനാറസി ഡിസൈനിലുള്ള വിവിധതരം പ്രിൻ്റ് വരുന്ന ധാവണി, പട്ടുപാവാട തുടങ്ങിയവയാണ് ഇപ്രാവശ്യത്തെ ട്രെൻഡായിട്ട് വരുന്നത്. ഓണത്തിന് ഇനി വളരെ കുറച്ച് ദിവസം ബാക്കി നിൽക്കെ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പവിത്രയിൽ വന്നു പോകുന്ന കസ്റ്റമേഴ്സിനെ ഞങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അവർക്ക് വേണ്ട പുതിയ രീതിയിലും ട്രെൻഡിലുമുള്ള എല്ലാത്തരം വസ്ത്രങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബനാറസി ഡിസൈൻ തന്നെയാണ് ലേറ്റസ്റ്റ് ട്രെൻഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അജ്രക് പ്രിൻറ്റിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ മ്യൂറൽ പ്രിൻറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ കൂടുതൽ ചോദിച്ചു വരുന്നത് റണ്ണിങ് മെറ്റീരിയലാണ്. റണ്ണിങ് മെറ്റീരിയൽസിനാണ് കൂടുതൽ ഡിമാൻഡ് ഇപ്രാവശ്യം. അതിൽ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ബനാറസിയാണ് ഇപ്രാവശ്യം ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത്. ചെക്ക് പാറ്റേൺ, സ്ട്രൈപ്സ് പാറ്റേൺ, അങ്ങനെ പലതരത്തിലുള്ള റണ്ണിങ് മെറ്റീരിയൽസിനാണ് ഇപ്രാവശ്യം കൂടുതൽ ഡിമാൻഡ്. ഓണത്തിന് ഉപഭോക്താക്കളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത വിധമുള്ള വസ്ത്രവൈവിധ്യമാണ് പവിത്ര കാഴ്ചവെക്കുന്നത്.